നമ്മുടെ എന്താ പറയുക യൂട്യൂബിൽ തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാട്ടോ. കാരണം അതുപോലുള്ള ഒരു സ്ഥലത്താട്ടോ ഞാൻ നിങ്ങൾ എത്തിക്കുന്നത്. നമ്മൾ നേരെ നമ്മളെ കാപ്പിക്കാടൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ. വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ഡെസ്കാണ്. മണ്ണ് കൊണ്ടാട്ടോ ഡെസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ സുഖേനും കാപ്പി ഭക്ഷണം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാവരെ, ഞാനിന്ന് വയനാട്ടിൽ നമ്മളെ ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ ചേകാടിയിലുള്ള അടിപൊളി ഒരു ചായക്കടയാട്ടോ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ എന്താ പറയുക യൂട്യൂബിൽ തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാട്ടോ. കാരണം അതുപോലുള്ള ഒരു സ്ഥലത്താട്ടോ ഞാൻ നിങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. ദിഹയുണ്ട്, മായയുണ്ട്, നയോമിയുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെ നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. അത് താഴത്തെ ചെറിയ കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുളത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ മച്ചാ വരാം, നമ്മളെ വയനാട് പുൽപ്പള്ളി ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കണ്ട നമ്മളെ ബേക്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി കുടിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാപ്പിക്കടയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു വിശേഷമായിട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് കാപ്പിക്കടേൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ചെറിയൊരു റോഡാട്ടോ. റോഡ് കഴിഞ്ഞ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ അറിയപ്പെട്ട് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാ എല്ലാവരും വാ. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കാപ്പിക്കട എന്നുള്ള ബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ താഴോട്ട് വാ ഇറങ്ങി. പോകുന്ന വഴിയിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് കാപ്പി വാങ്ങിയിട്ട് വന്ന് കുടിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇത്. അവിടെ നിന്നാട്ടെ കാപ്പി കിട്ടുക. നമ്മൾ കാണുന്ന ഷെഡിനുള്ളിൽ നിന്ന് അവിടെ നിന്ന് കാപ്പി വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ കഴിക്കാം. പിന്നെ നമുക്കിങ്ങനെ വയലിൽ കാഴ്ച കണ്ട് കഴിക്കാം. നമ്മൾ നേരെ നമ്മളെ കാപ്പിക്കടേൻ്റെ ഉള്ളിലേക്ക് എത്തിക്കണ്ട. വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ഡെസ്കാണ്. മണ്ണ് കൊണ്ടാട്ടോ ഡെസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വൈകുന്നേര ടൈമുകളിൽ ഇനി കാച്ചിൽ ചേന ചേമ്പ് അങ്ങനെ നോക്കുന്നുണ്ട്. രാവിലെ സുഖേനും കാപ്പിയും അത് കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം ഗന്ധർശാല. ഈ ഒരു സംഭവം കാട്ടിൽ മേയാൻ വിടുന്ന മാടിന്റെ കഴുത്ത് കിട്ടുന്ന മണിയാട്ടോ ഇത്. നല്ല സൗണ്ട് ആട്ടോ ഇതിങ്ങനെ കുലുങ്ങുന്ന സമയത്ത്. അപ്പോൾ ചേട്ടൻ നമുക്ക് പുറത്ത് വേറെ ആൾക്കാർക്കുള്ള കോപ്പി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു കാപ്പീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തന്നെ കാപ്പി ഉണക്കി പൊടിച്ച് നമുക്ക് കാപ്പി ഉണ്ടാക്കി തരുക നമ്മളെ മുന്നിൽ തന്നെ കേട്ടോ. അതുപോലെ തന്നെ മീനിനെ പിടിക്കുന്ന ഒറ്റ എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. അതൊക്കെ പഴയ കാലത്ത് മീനിനെ പിടിക്കുന്ന ഒരു മെത്തേഡാണ്. അതൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അതുപോലെ ഇതിൻ്റെ ചുറ്റും നിന്നിട്ട് നമുക്ക് അടിപൊളി ഫോട്ടോസും അതുപോലെ തന്നെ എന്താ പറയുക ചായ കുടിക്കാനും അതിനുള്ള ഒരു ആംബിയൻസും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയാട്ടോ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നമുക്കുള്ള കാപ്പി വന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് സാധാരണ നമ്മൾ കുടിക്കുന്ന ഒരു കാപ്പീൻ്റെ അല്ല, ഒരു കയ്പ്പ് അടിക്കുന്ന കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു നമുക്ക് നമ്മളെ മെമ്മറീസ് എഴുതി വെക്കാനുള്ള, ഇവിടെ വന്ന് കാപ്പി കുടിച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു ഓർമ്മ എഴുതി വെക്കാനുള്ള ഒരു ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പല ആൾക്കാരും അവരെ ഇൻസ്റ്റാ ഐഡിയും അതുപോലെ തന്നെ പല കോൺടാക്റ്റും നമുക്ക് ഇവിടുന്ന് ഈ ഒരു ബുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക കാപ്പി എന്നൊക്കെ പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കാപ്പീൻ്റെ ഫീലല്ല കേട്ടോ. നമുക്ക് എന്താ പറയുക തനി കാപ്പി, ഒറിജിനൽ കാപ്പീൻ്റെ ആ ഒരു ഫീലാട്ടോ സംഭവം. പിന്നെ പുറത്ത് വയലിൻ്റെ കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് സംഭവം കേട്ടോ. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെയുള്ള ആ ഒരു പിന്നെ ആംബിയൻസും ഒക്കെ ഭയങ്കര സൂപ്പർ എന്ന് പറഞ്ഞ പോലെ സൂപ്പർ സംഭവം കേട്ടോ. കാപ്പി എങ്ങനെ കുടിച്ചോക്ക്, കുടിക്കാണ്ട് എങ്ങനെ കൊള്ളാന്നറിയാ? എങ്ങനെ 2 പ്രാവശ്യം വാങ്ങി? അത്രയ്ക്ക് സൂപ്പറാ? ഇഷ്ടപ്പെട്ടോണ്ടാ? ധ്യാനൂസിന് കാപ്പി ഇഷ്ടപ്പെട്ടിരിക്കുന്ന കേട്ടാ. അപ്പോൾ ഈ വഴിക്ക് വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഈ ഒരു കാപ്പി കടയിൽ കയറിയിട്ട് കാപ്പി കുടിക്കട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു കാപ്പി? എങ്ങനെ ഉണ്ടായിരുന്നു കാപ്പിയും? അതുപോലെ അടിപൊളി റിവ്യൂസ് അല്ലേ? അടിപൊളി സീനറി കേട്ടോ. വേറൊക്കെ അടിപൊളി സീനറിയാണ്. ആൾക്കാരിങ്ങനെ പല വഴിക്കൂട്ടിയാട്ടോ വരുന്ന നിർത്തി സമയം വൈകുന്നതിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ കൂടി വരുന്നുണ്ട് അല്ലേ? പുളി പിന്നെ ഓരോരോ കൊട്ടകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുണ്ട്. അതുപോലെ അങ്ങ് അതിൻ്റെ ബേക്കിലുണ്ട് കേട്ടോ
സുഖീനായിട്ട് ചേട്ടൻ പോന്ന്, കാപ്പിയായിട്ട് ആ ചേട്ടൻ പോന്ന്. അങ്ങനെ നമുക്ക് കാപ്പി ഇവിടുന്ന് വാങ്ങിയിട്ട് ഇങ്ങ് താഴത്തൊക്കെ ഉണ്ട്, എൻ്റെ ബേക്കിലൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ആൾക്കാർ ഇങ്ങനെ ചാകര പോലെ കേട്ടോ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിരുന്ന സ്ഥലമൊക്കെ ഫുള്ളായിട്ടാണ്, അവിടെയൊക്കെ ഫുള്ളായി. ആൾക്കാരിങ്ങനെ തുഴുതാ വന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. കോഫി ഹട്ട്. നമ്മള് ടീ ഹട്ടിൽ നിന്ന് കോഫി ഹട്ടിൽ നിന്ന് കോഫിയും കഴിച്ച് നേരെ മുന്നോട്ട് കുറുവയിലേക്ക് വരുന്ന ഭാഗത്ത് ഇവിടെ മറ്റൊരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. കുതിര സഫാരി ഒക്കെ നടത്താൻ പറ്റിയ ആ ഒരു ലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വരികയാണെങ്കിൽ രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മച്ചാറെ ഇതുണ്ടോ, ഇവിടെ കുതിരനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാ കുതിര ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടി കുതിരയും അതുപോലെ അച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്നിനെ കാണാനൊക്കെ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് കയറാനോ അല്ല റൈഡ് ചെയ്യാനുള്ള അനുമതിയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുന്ന് ട്രെയിൻ ചെയ്യിക്കുന്ന കേട്ടോ, നേരെ അവർ ട്രെയിൻ ചെയ്യിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ. ആ എന്താ ഹൈറ്റ്, ഞാനും അതിൻ്റെ ഹൈറ്റ് നോക്കടാ അല്ലേ, ഭയങ്കര ഹൈറ്റ്. മൂപ്പർ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടാ, അതിലെ മാറിക്കോ, ഒന്നുമില്ല. ഇങ്ങനെ ഓരോ റൂമിലാട്ടോ, ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇതില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ചേട്ടനോട് നമ്മൾ ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടാ. അപ്പോൾ നമ്മൾ ഈ ഒരു കുതിരനെ നമ്മൾ കയറ്റി ഒന്ന് ഒരു സവാരി നടത്തുന്നു. അപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്, നമ്മൾ പോരാട്ടാ. താങ്ക് യു. കുറെ കുതിരകളുടെ ഒരു കുഞ്ഞി കുട്ടി. അങ്ങോട്ട് വലിയ കുതിരകളുടെ ഇടയിൽ ഒരു കുഞ്ഞി കുതിരക്കുട്ടി അല്ലേ ഹനസേ? നമ്മളവിടുന്ന് തിരിച്ചേട്ടാ. കാരണം അവിടെ താഴത്ത് ഇറങ്ങി നമ്മൾ കുതിരകൾ കയറാൻ നോക്കിയപ്പോൾ ഫുള്ള് ഡേഞ്ചർ കുതിരേട്ടാ, കംപ്ലീറ്റ് എല്ലാം പിന്നെ പ്രശ്നക്കാരാന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ റിസ്ക് എടുത്ത് കയറേണ്ടി വരും. അപ്പോൾ മറ്റേ ആൾ കയറ്റാന്നൊക്കെ പറഞ്ഞു, പക്ഷേ നമ്മൾ റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റില്ല. കാരണം എല്ലാം കുട്ടികളും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എന്താക്കില്ല, കയറാൻ നിന്നില്ല. നമ്മൾ തിരിച്ചേട്ടാ. ഇനിയിപ്പോൾ ലേറ്റ് ആവും, ഒരുപാട് കാട് കയറിയിട്ട് വേണം നമുക്ക് തിരിച്ച് നാട്ടിലെത്താട്ടാ. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി എവിടെത്തിയിട്ടാണ്, നമുക്ക് വീട്ടിലെത്തിയിട്ടാണല്ലേ. ഓക്കെ, ബൈ ബൈ.